രാജുവിന്റെ നാവിന്നൊരു വാക്കാ എനിക്ക് കേക്കണ്ടേ. രാജു ചേച്ചി പറഞ്ഞ സത്യമാണോ? അതെ, എനിക്ക് ഉറപ്പാ. അന്ന് നിന്റെ കൂടെ കണ്ട ആ കുട്ടി തന്നെയാ പ്രതാപൻ സാറിന്റെ മോള്. എന്താ ചേച്ചി കേസ്? അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചില്ല രാജു. ആ കുട്ടി ഇവിടെ കണ്ടപ്പോ തന്നെ നിന്നെ വിളിച്ചതാ. കൂടെ ഏതോ ഒരു പയ്യനും ഉണ്ട്. അവനെ ലോക്കപ്പ് ഇട്ടിരിക്കോ. ഏതായാലും രാജു പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ഈ സമയത്ത് ഒരു പെൺകുട്ടിയെ സ്റ്റേഷനിൽ ഇരുത്തുന്നത്, അതും പ്രതാപൻ സാറിന്റെ മോളെ, മീഡിയ എങ്ങാനും അറിഞ്ഞാൽ. ശരി ചേച്ചി, ഞാൻ ഉടനെ തന്നെ എത്തിക്കോളാം. ശരി. രാജു എനിക്ക് പറയാനുള്ളത് കേട്ടില്ലല്ലോ. എനിക്ക് ഉടനെ പോലീസ് സ്റ്റേഷനിൽ എത്തണം രമ്യ. പോലീസ് സ്റ്റേഷനിലോ? എന്തിന്? ആ, അത് പോലീസ് സ്റ്റേഷനില് ഋതിക മേഡം എന്തോ കുഴപ്പത്തില. ശരി രാജു. ഋതിക ഋതിക ഋതിക, ഏത് സമയത്തും ഋതിക. ഭഗവാനെ, മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷം അപകട. മീഡിയ എല്ലാം മണത്തറിയും. അച്ഛൻ എന്നെ എന്നേക്കുമായിട്ട് വെറുക്കും. ഈ പ്രതിസന്ധിന്ന് കരകയറ്റാൻ നീ തന്നെ അവതരിക്കണേ ഭഗവാനെ. ചേച്ചി, മാഡം എവിടെ? അകത്തേനെ ഇരിപ്പുണ്ട്. എന്താ ചേച്ചി കേസ്? അത് തന്റെ വില എത്രയാണോ? 500, 5000 അതോ 50,000? മാഡത്തെ കൊടുക്കാൻ വേണ്ടി അവൻ മനഃപൂർവ്വം ഒപ്പിച്ച വേലയാണ് ചേച്ചി ഇത്. മീഡിയ അറിഞ്ഞ പ്രശ്നമാവുമെന്ന് അവനറിയാം. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാ, മന്ത്രിയുടെ മോളെന്ന് പറഞ്ഞ് മാഡത്തെ കൊടുക്കാനല്ല അവൻ നോക്കിയത്. എന്നാൽ നമ്മളും അതേ കാർഡ് തന്നെ ഇറക്കി മാഡത്തെ രക്ഷിക്കുന്നു. ചേച്ചി വാ. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവാതെ, ഞാൻ ഫോഴ്സിനെ ഉടനെ അയക്കുന്നുണ്ട്. ശരി, ഓക്കെ ഓക്കെ. സർ, സാറിന് എന്നെ മനസ്സിലായോ? മനസ്സിലായി സർ. സാർ വർമ്മ സാറിന്റെ ബി എ അല്ലേ? വർമ്മ സാറിന്റെ എസ്കോർട്ടായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇരിക്കും സാർ. ഞാൻ വന്നത് പുറത്തിരിക്കുന്ന ആ കുട്ടിയുടെ കാര്യം സംസാരിക്കാനാ. അവരെ വിടുന്ന കാര്യമാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാ. സർ, ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാം. എന്നിട്ട് സാറ് തന്നെ തീരുമാനിക്കുക. രാജു, ഇവനെന്താ ഇവിടെ? പണി മൊത്തം പാളിയോ? കുട്ടി പോയിക്കോളൂ. താങ്ക് യു സർ. അപ്പൊ മീഡിയ, പത്രവാർത്ത, കല്യാണം, എന്റെ ഹണിമൂൺ. അപ്പോ അച്ഛനതൊന്നും അറിയില്ലല്ലോ സർ? ഇല്ല കുട്ടി, ഇനി ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കാതിരുന്നാ മതി. രാജു സാറൊക്കെ അവിടെ ഉണ്ടല്ലോ. സാറിനോടൊക്കെ ആലോചിച്ചിട്ട് വേണം ഓരോന്ന് ചെയ്യാൻ.
ശരിക്കും പണിപാളിയല്ലേ? ഈ സെല്ലിന്റെ വാതിൽ തുറക്കണോ? തുറക്കണോ? ഇപ്പോ തനിക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇപ്പോഴാണ് നീ ആരാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത്. സെല്ലിന്റെ വാതിൽ തുറക്കുന്നുണ്ട്. ഇവരൊന്ന് പൊയ്ക്കോട്ടെ. മിനിസ്റ്ററുടെ മോള് ലോക്കപ്പ് മർദ്ദനം നേരിട്ട് കാണണ്ടെന്ന് വിചാരിച്ചിട്ടാ. സാറേ, എന്നെ അറിയില്ല. നിർത്തടാ. വർമ്മ സാറിന്റെ മോളെ വെച്ച നിന്റെ കളിയല്ലേ? നിന്നെ പോലുള്ള വായ നോക്കിയുള്ള മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയായി പോലീസ് സ്റ്റേഷൻ തുറന്നു വെച്ചിരിക്കുന്നത്. സർ, ഒരു അപേക്ഷയുണ്ട്. കൈ വെക്കേണ്ടതെന്ന് രാജു സാർ പറയരുത്. 2 എണ്ണം കിട്ടിയാലേ ഇവനെ പോലുള്ളവന്മാര് നന്നാവും. അതല്ല സർ, പതിവ് കോട്ടേക്കാളും 2 എണ്ണം കൂടുതൽ കൊടുത്തേക്ക്. അമ്മ വളർത്തി വഷളാക്കി വെച്ചിരിക്കുന്ന പോലീസ് കൈവച്ചിട്ടെങ്കിലും നന്നാവുന്ന നോക്കട്ടെ സർ. ഓ, അതാണോ? അത് ഞാൻ ഏറ്റു. വരും മേഡം, പോ. ശരി സർ, താങ്ക് യു. തുറക്കണോ? സെല്ലു തുറക്കണോ? കയറി മേഡം. സാറിനെ തല്ലാൻ പോവാണോ? ഞാൻ ആരാണെന്ന് സാറിന് അറിയില്ല. ഞാൻ ഇന്നത്തെ ഉറക്കവും പോയെന്നാ തോന്നുന്നത്. എന്താ രാജു ഇവിടെ നിർത്തിയത്? ഭയന്നിട്ടാണോ തണുത്തിട്ടാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാഡം വല്ലാണ്ട് വിറയ്ക്കുന്നുണ്ട്. ഞാൻ ആകെ ഭയന്ന് പോയി രാജു. രാജു വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ആലോചിച്ചിട്ട് പേടിയാവുന്നു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അതൊക്കെ ഓർത്ത് മാഡം എന്തിനാ ടെൻഷൻ ആവുന്നത്? വാ, നമുക്ക് ചൂടായിട്ടൊരു ചായ കുടിക്കാം. ചൂട് ചായ ഉള്ളിൽ ചെല്ലുമ്പോ മാഡം ഒന്ന് ഫ്രഷ് ആവും. വാ മാഡം. ആ രാജു ചേട്ടാ, സുഖല്ലേ? എന്താ വേണ്ടേ? 2 സ്പെഷ്യൽ ചായ. അകത്തോട്ടിരിക്കും. വാ മാഡം. എന്നാലും മാഡം എന്തിനാ ആ ദീപകിന്റെ കൂടെ രാത്രിയിൽ പുറത്തു വന്നത്? രാജു, ഒരു പ്രശ്നമുണ്ട്. എന്താ രതിക മാഡം? കഴിഞ്ഞ ദിവസം വീടിന്റെ ഗേറ്റിന് മുന്നിൽ ഒരു പെൺകുട്ടി വന്നിരുന്നു. ആ കുട്ടിയുടെ അച്ഛൻ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുവാണെന്നും സഹായം വേണമെന്നും പറഞ്ഞു. എന്നിട്ട് അച്ഛൻ വീട്ടിലില്ലായിരുന്നതുകൊണ്ടും ആ കുട്ടിയുടെ അച്ഛന്റെ നില ഗുരുതരമായതുകൊണ്ടും ഞാൻ ചെയ്തത് തെറ്റാണോ രാജു? തെറ്റാണ് മാഡം. ഒരു മന്ത്രിയുടെ ഒപ്പ് പകർത്തിയിടുന്നത് വലിയ തെറ്റ് തന്നെയാ. പക്ഷേ മാഡം വിഷമിക്കണ്ട. മാഡം വർമ്മ സാറിന്റെ ഒപ്പ് ദുർവിനിയോഗം ചെയ്യല്ല ചെയ്തത്. മാഡം ഇട്ട വർമ്മ സാറിന്റെ ഒപ്പ് ഒരു മനുഷ്യന്റെ ജീവനെ രക്ഷിച്ചിരിക്കുന്ന അതൊരു വലിയ നന്മയല്ലേ? ആണോ? എനിക്കപ്പോ ആ കുട്ടിയെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാ ഞാൻ പേടിയായിരുന്നിട്ട് പോലും അച്ഛന്റെ സൈൻ ആ ആപ്ലിക്കേഷനിൽ ഇട്ട് നൽകിയത്. ഞാൻ പറഞ്ഞില്ലേ മാഡം, മാഡം ചെയ്തത് തെറ്റായിരുന്നെങ്കിലും അതിന്റെ പിന്നിലൊരു വലിയ നന്മയുണ്ട്. മാഡം ടെൻഷൻ അടിക്കണ്ട. ചെയ്തത് തെറ്റാണെന്നുള്ള കുറ്റബോധം ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ജീവൻ നൽകാനുള്ള കഴിവ് അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. മാഡം കാരണം ഒരു ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ കാര്യമാണെന്ന് മാഡം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ മാഡത്തിന് എന്ത് ആപത്ത് വന്നാലും ഈ രാജുവിനെ വിളിക്കാം. ഏത് സമയത്താണെങ്കിലും മാഡത്തിന്റെ ഒരു വിളിപ്പാടകലെ ഈ രാജു ഉണ്ടാവും.
എന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും ഏതവസ്ഥയിൽ നിന്നായാലും മാഡത്തെ ഞാൻ രക്ഷിക്കും. ഇതേ രാജുവിന്റെ വാക്കാ. താങ്ക് യു രാജു. രാജു, ആ ദീപക് അവൻ ഞാൻ വിചാരിച്ചതിലും വലിയ ഫ്രോഡാ. ഞാൻ അച്ഛന്റെ ഒപ്പിടുന്നത് അവൻ ഫോണിൽ വീഡിയോ എടുത്തു. ആ വീഡിയോ കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്തിയ അവൻ എന്നെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ആ വീഡിയോ അവന്റെ കയ്യിലുള്ളത് വലിയ അപകടമാണ് രാജു. അവൻ എന്നെ ഇനിയും ബ്ലാക്ക്മെയിൽ ചെയ്യും, എനിക്ക് ഉറപ്പാ. അവനെ കാണാൻ തുടങ്ങിയ നാള് മുതല് അവനൊരു ഫ്രോഡാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതാ. അവനിപ്പോ ഋതിക മാഡത്തിന്റെ നേരെ പത്തി വിരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പത്തി അടിച്ചോടിക്കേണ്ടത് എന്റെ കടമയാ. മാഡം, ഈ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് ടോർച്ചറിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. എങ്കിൽ ദീപക് നിന്ന് ടോർച്ചറിങ് രാത്രിയായിരിക്കും. മനുഷ്യേച്ചി, എന്താ രാജു? ഓക്കെ രാജു. ആ ശരി ശരി. അവന്റെ കാര്യം അവര് നോക്കിക്കോളും മാഡം. രാജു, രാജുനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദി വാക്കിന്റെ ആവശ്യമൊന്നുമില്ല മാഡം. മാഡത്തിന്റെ സംരക്ഷണം എന്റെ ഉത്തരവാദിത്വമാണ്. ആ, ഇപ്പോ മാഡത്തിന്റെ പേടിയൊക്കെ മാറിയോ? ഞാനെന്തിനാ പേടിക്കുന്നേ? എന്റെ കൂടെ എന്റെ രാജു ഇല്ലേ? അതാണ്. മാഡം ഇനി ആ ചായ എടുത്തും കുടിച്ചേ. Cheers. Cheers. നല്ല ചായ അല്ലേ? ഋതികയുടെ തലവര മാറുന്ന ദിവസമായിരുന്നു. ഈ ന്യൂസ് പേപ്പറിൽ ഋതികയും ദീപകിനെയും കുറിച്ചുള്ള വാർത്ത പ്രതാപൻ വായിച്ചു കഴിഞ്ഞ പിന്നെ ദീപകിന് ഋതിക എന്നേക്കുമായി സ്വന്തം. അവരുടെ വിവാഹം നടക്കും. പിന്നെ ഈ കാണുന്ന സ്വത്തുക്കളും സകലമാനത്തിന്റെ അവകാശി എന്റെ മകൻ ദീപക് മാത്രമാകും. ദീപക്കേ, ഞാൻ വിചാരിച്ചതിനേക്കാൾ ബുദ്ധിമാനാ. ഇത്രയും വേഗം അവനെല്ലാം കൈക്കലാക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്താ ചേച്ചി കാലത്ത് തന്നെ തനിയിരുന്ന് സംസാരിക്കുന്നത്? അതെ, ഞാൻ ഈ ഹെഡ്ലൈൻസ് വായിക്കായിരുന്നു പ്രതാപ. എന്തൊക്കെയാണ് ഇന്നത്തെ ഹെഡ്ലൈൻസ്? ഞാൻ വെറുതെ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. രാവിലെ പത്രം വായിക്കുന്ന ശീലം പണ്ട് മുതലേ നിനക്കല്ലേ ഉള്ളത്. നീ വായിക്ക്. ചേച്ചിയെ, നിനക്കൊരു ചൂട് ചായ എടുത്തോണ്ട് വരാം. ചേച്ചി എന്തിനാ രാവിലെ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ? ചായ എടുക്കാനൊക്കെ ഇവിടെ സർവൻസ് ഉണ്ടല്ലോ. ചായയൊക്കെ അവരെടുത്തോളൂ, ചേച്ചി ഇവിടെ ഇരിക്കും. ഏയ്, അതൊന്നും വേണ്ട. ചായയെ ഞാൻ തന്നെ എടുത്തോളാം. എന്റെ അനിയന് ചായ എടുക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നീ വായിക്കേ. ചേച്ചി, എന്താ പ്രതാപ? എന്തു പറ്റി? പ്രതാപ, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ചേച്ചി, ഈ ന്യൂസ്. എന്ത്?
ഇതിൽ ഋതികയെ കുറിച്ചുള്ള വാർത്തയില്ലല്ലോ. ഇതെങ്ങനെ? എന്താ ചേച്ചി ഇത്? ഞാൻ അവനെ കുറിച്ച് ഇങ്ങനെയല്ല കരുതിയത്. ഇതിപ്പോ കുടുംബത്തിന് മാനം കളയാനായിട്ട്. പുറത്തിറങ്ങി 4 ആളുകളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ചേച്ചി? അവൻ കാരണം ഇനി ആരുടെയൊക്കെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണം? എന്നെ നാണം കെടുത്താനാണോ? അതിനാണോ അവൻ അമേരിക്കയിൽ ഇങ്ങോട്ട് വന്നത്? മോശമായി പോയി ചേച്ചി, ഭയങ്കര മോശമായി പോയി. എന്താ ഏട്ടാ, എന്തു പറ്റി? എന്താ ചേച്ചി ആ പത്രം കാണിച്ചേ? വിദ്യാഭ്യാസ മന്ത്രി പ്രതാപ് വർമ്മയുടെ അനന്തരവൻ അറസ്റ്റിൽ. സിറ്റിയിൽ ഇന്നലെ രാത്രി മദ്യപിച്ച് പൊതുശല്യം ഉണ്ടാക്കുകയും തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരോട് അപമര്യാദയായി പെരുമാറുകയും പോലീസ് സ്റ്റേഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനുമാണ് ദീപക് വർമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതാപ വർമ്മയുടെ സഹോദരി അംബിക വർമ്മയുടെ മകനാണ് ദീപക് വർമ്മ. ഇവൻ ഇതല്ല, ഇതിലപ്പുറം ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. ചേട്ടാ, പലതവണ ഞാൻ ചേട്ടനോട് പറയണമെന്ന് വിചാരിച്ചതാ. ഈ ചെക്കൻ ആള് ശരിയല്ല. ഇവന്റെ കയ്യിലിരിക്കുന്നത് മുഴുവൻ വിളച്ചില്ല. ഇങ്ങനെ പോയാൽ എതിർകക്ഷികളാവില്ല. ഇവൻ കാരണമായിരിക്കും ചേട്ടന്റെ മന്ത്രിസ്ഥാനത്തിന് കളങ്കം ഉണ്ടാവാൻ പോകുന്നത്. ചേച്ചിനെ നോക്കി പഠിപ്പിക്കൊന്നും വേണ്ട, ഞാൻ ഉള്ള കാര്യം പറയുന്നേ ഉള്ളൂ. ശേഖരേട്ടാ, മതി, നിർത്ത്. പ്രതാപ, നീ എന്നോട് പ്രതാപ. ചേച്ചി ചേച്ചി എന്താ പറ്റി? ചേച്ചി അവന് കുറച്ച് വെള്ളം കൊടുക്ക്. പെട്ടെന്ന് ചേച്ചി പെട്ടെന്ന് വാ. ചേച്ചി 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 യാമിനി യാമിനി, ചേച്ചി കണ്ണു തുറക്ക് ചേച്ചി. ചേച്ചി കുറച്ച് വെള്ളം നൽകി. ചേച്ചി 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 ശേഖരേട്ടാ, ചേച്ചിക്ക് ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട. എന്തൊരു അഭിനയം. ചേച്ചി ചേച്ചി പ്രതാപ, മാപ്പ്. ഏയ് നീ എന്നോട് ക്ഷമിക്ക്. ശ്ശെ. എന്താ ചേച്ചി ഇതൊക്കെ? ചേച്ചി ടെൻഷൻ അടിക്കണ്ട, റിലാക്സ് ആവും. ഒന്നുമില്ല. ദീപക്കിനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം. അതുപോലെ പറയേ ചേച്ചി, അതുപോലെ. മതി. ശേഖര, നീ രാജുവിനെ വിളിച്ച് ദീപക്കിനെ പുറത്തിറക്കാൻ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ചെയ്യാൻ പറയും. വേഗം. ശരിയേട്ടാ. ചെല്ലേ. ആ ചേച്ചി, യാമിനി വെള്ളം കൊടുക്ക്. ഞാനൊന്ന് ഡോക്ടറെ വിളിക്കട്ടെ. ചേച്ചി, യാമിനി, വെള്ളം കുടിക്ക്. എന്തു പറ്റി അമ്മായി? നീ ഇവിടെ എപ്പോ? നീ ഇവിടെ ഉണ്ടായിരുന്നോ? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ? ഏയ്, ഒന്നുമില്ല. അല്ല, രാത്രി നീ എവിടെയായിരുന്നു? ഞാൻ എന്റെ റൂമിലുണ്ടായിരുന്നു.
എന്താ ദീപകെ ഒരു ഗൗരവവും മൗനവും ഒക്കെ? കാറിൽ നിന്ന് ഇറങ്ങുന്നില്ലേ? ദേ വീടെത്തി. ഓ, കിട്ടിയ അടികളുടെ ആഘാതത്തില് പരിസരം മറന്നിരിക്കുകയാണല്ലേ. ഋതിക മാഡത്തിന്റെ വഴിക്ക് നീ വട്ടം നിന്ന എന്താ ഉണ്ടാവുന്ന ഇപ്പൊ മനസ്സിലായില്ലേ? എടാ, നീ കരുതിയിരുന്നോ? ഇതിനുള്ള മറുപടി ഈ ദീപക് നിനക്ക് തരും. ഓ, അപ്പൊ വായില് നാക്കുണ്ട്. നന്നായി. എടാ, വർമ്മ സാറിനെ ഫേസ് ചെയ്യാനുള്ള പേടിയുണ്ടല്ലേ നീ കാറിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്നത്. ധൈര്യം കൂടിയിട്ടെ പാന്റ് നനഞ്ഞിട്ടുണ്ടോ നോക്ക്. അവൻ വലിയ ഡയലോഗ് അടിക്കുന്ന. ഇറങ്ങി വാടാ. നടക്ക്. ചേച്ചി ഇങ്ങനെ വിഷമിക്കാതെ രാജു ദീപകിനെയും കൂട്ടി ഇതാ എത്തിയല്ലോ.